സൺ ഗോഹാന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ബീസ്റ്റ് ഫോം. എന്നാൽ ഈ ഒരു ബീസ്റ്റ് ഫോം ഗോക്കു വെജിറ്റേക്കാളും പവർഫുൾ ആണോ? അതറിയുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് വേണ്ടി പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഗോഹാൻ ആദ്യമായി ബീസ്റ്റ് ഫോമിൽ മാറിയപ്പോൾ സെൽ മാക്സിനെ ഈസി ആയിട്ട് ഡിഫീറ്റ് ചെയ്തു. പിന്നീട് മാങ്കയിൽ രണ്ടാമത് ഈ ഒരു ട്രാൻസ്ഫോർമേഷനിൽ മാറിയപ്പോൾ ബീറൂസിന്റെ പ്ലാനറ്റിലുള്ള ഗോക്കുവും വെജിറ്റേക്കും വരെ ഇത് സെൻസ് ചെയ്യാൻ സാധിച്ചു. പിന്നീട് ബീറൂസിന്റെ പ്ലാനറ്റിലെത്തിയ നമ്മുടെ ഗോക്കു അൾട്രാ ഇൻസ്റ്റിക്റ്റിലും ഗോഹാൻ ബീസ്റ്റ് ഫോമിലും മാറി ഇവർ തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അതായത് ഫൈറ്റ് എന്ന് പറയാൻ കഴിയില്ല, ജസ്റ്റ് ട്രെയിനിങ് ചെയ്യുകയാണ്. ഇവിടെയാണ് ശരിക്കും ഈ ഒരു ബീസ്റ്റ് ഫോം എന്താണെന്ന് നമുക്ക് കാണിച്ചു തന്നത്. അതായത് അൾട്രാ ഇൻസ്റ്റിക്റ്റിലുള്ള ഗോക്കു എത്രത്തോളം ഫാസ്റ്റ് ആണെന്ന് ഞാൻ പറയണ്ടല്ലോ. ആ ഒരു ഗോക്കുവിന് ഈക്വൽ ആയിട്ടാണ് ഗോഹാൻ ഇവിടെ മൂവ് ചെയ്യുന്നത്. കൂടാതെ ഇവരുടെ ട്രെയിനിങ്ങിന്റെ ഒരു ഘട്ടത്തിൽ ഗോഹാൻ അൺകൺട്രോൾ ആയി ഗോക്കുവിനെ അടിച്ചു തെറിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഇതല്ല. ഈ ഒരു ഫൈറ്റ് കാണുന്ന വിസ് ആണെങ്കിൽ ബിയറസിനോട് പറയുന്നുണ്ട്, അടുത്ത യൂണിവേഴ്സ് 7ന്റെ ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷനായി നമ്മുടെ ഗോഹാനെ എടുത്താലോ എന്ന്. വിസ് ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ ബിയറസിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ഒന്നും കണ്ടിട്ടല്ല. അപ്പോൾ തന്നെ ഈ ഒരു ബീസ്റ്റ് ഫോമിന്റെ ഒരു പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ബീസ്റ്റ് ഫോമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മറക്കാതെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.